നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും വിചാരമില്ലാതെ എടുത്തെറിയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ അത് ആഴത്തിൽ പതിക്കുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളിലേക്കാണ്. കേട്ടയാൾക്ക് പൊറുക്കുവാനേ കഴിയൂ, മറക്കുവാൻ കഴിയില്ല. വാക്കുകൾ കൊണ്ട് കണക്കുകളുടെ മുറിപ്പാടുണ്ടാക്കുന്നവരും പ്രകോപനം സൃഷ്ടിക്കുന്നവരുമുണ്ട്. എന്നാൽ മുറിവുണ്ടാക്കുവാനും മുറിവുണക്കുവാനും വാക്കുകളേക്കാൾ കഴിവ് മറ്റൊന്നിനുമില്ല. ഇവിടെ വാക്കുകൊണ്ടും നാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിരന്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന PC ജോർജിനെ കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ്. PC ജോർജിന്റെ ജീവിതത്തിൽ നിന്നും രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും പുതുതലമുറയ്ക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. കേരളത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ കക്ഷികളാണല്ലോ LDFും UDFും. ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളെയും മലർത്തിയടിച്ചുകൊണ്ട് അവരെ ഞെട്ടിച്ചുകൊണ്ട് വൻ ജനപിന്തുണയോടുകൂടി ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചു വന്ന നേതാവായിരുന്നു PC ജോർജ്. ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ ഒറ്റയ്ക്ക് ജയിച്ചു വരിക എന്നത് അപൂർവങ്ങളിൽ അപൂർവവുമാണ്. അന്നൊക്കെ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു PC ജോർജ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും കാതോർക്കുകയും വില കൽപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു ജനങ്ങൾ. ആ സമയത്ത് അതിവിശാലമായ ഒരു രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന്റെ മുന്നിൽ തുറന്നു കിടന്നിരുന്നു. എല്ലാവർക്കും ഇഷ്ടം, സർവസമ്മതൻ, പ്രിയപ്പെട്ടവൻ. ഈ ഇഷ്ടങ്ങളും സ്നേഹങ്ങളുമെല്ലാം ചേർത്ത് പിടിച്ച് സത്യസന്ധതയോടെ നേരായ വഴിയിൽ വന്ന വഴി മറക്കാതെ പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു കെജ്രിവാളായി മാറാമായിരുന്നു. അസഹിഷ്ണുതയും നാക്കുപിഴവും മൂലം കുരങ്ങിന്റെ കയ്യിൽ കിട്ടിയ പൂമാലയാക്കി മാറ്റി രാഷ്ട്രീയ ജീവിതം. PC ജോർജിന്റെ നാക്കുപിഴവ് നാമൊക്കെ ആദ്യമായി ശ്രദ്ധിക്കുന്നത് KR ഗൗരിയമ്മയുടെ നേരെയുള്ള വാക്കുകൾ കൊണ്ടുള്ള ആക്രമണമായിരുന്നു. ഗൗരിയമ്മ പറയുന്നു, പണ്ട് അവരെ കാണാൻ ഒരു സ്ത്രീ കൈക്കുഞ്ഞുമായി എത്തിയിരുന്നെന്ന്. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് സത്യം ചെയ്തു പറയുന്നു ആ കുഞ്ഞ് PC ജോർജിൻ്റെതാണെന്നും. ഇങ്ങനെ ഒരു സംഗതിയിൽ കള്ളം പറയേണ്ട കാര്യം ഗൗരിയമ്മയ്ക്കില്ല. കഥയുണ്ടാക്കി പറയുന്ന ആളുമല്ല ഗൗരിയമ്മ. അതിന് മറുപടിയായി ആ വയോവൃദ്ധയോട് PC ജോർജ് പറഞ്ഞത് ആ കിളവിക്ക് മുഴുഭ്രാന്താണെന്നാണ്. അന്ന് കൈക്കുഞ്ഞുമായി വന്ന ആ സ്ത്രീയുടെ കണ്ണുനീരിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് പോകട്ടെ, മറ്റുള്ളവരും അത് തന്നെ ചെയ്യണമെന്ന് പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ജഗതി ശ്രീകുമാറിന് ജനിച്ച ശ്രീലക്ഷ്മി എന്ന ആ പാവം കുഞ്ഞിന് സ്വന്തം പിതാവിനെ ഒരു നോക്കു കാണുവാനായി അടുത്തേക്ക് ചെന്നപ്പോൾ പൊതുവേദിയിൽ വെച്ച് ആക്ഷേപിച്ച് അവളെ ബലമായി പിടിച്ചിറക്കി വിട്ടത് നാം എല്ലാം കണ്ടതാണല്ലോ. ആ നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ കണ്ണുനീരും ഒരുപക്ഷെ കണക്ക് ചോദിക്കുന്നുണ്ടാകാം. ഫ്രാങ്കോ കേസുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളെ ആക്ഷേപിച്ചപ്പോൾ, അപമാനിച്ചപ്പോൾ ആ ദൈവത്തിന്റെ മണവാട്ടികൾ ഒഴുക്കിയ കണ്ണുനീരും കണക്ക് പുസ്തകത്തിലുണ്ടാകും. നടി ആക്രമണ കേസിലെ അതിജീവിതയെ നിരന്തരം ചാനലിലൂടെയും അല്ലാതെയും ആക്ഷേപിക്കുകയും അവൾ വിദേശത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി പോയപ്പോൾ അവൾ അഴിഞ്ഞാടാൻ പോയിരിക്കുകയാണ് എന്ന് PC ജോർജ് ചാനലിലൂടെ ഗർജിച്ചത് നാം കേട്ടതല്ലേ. അവളുടെ കണ്ണുനീരും ഈ കണക്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസിനെതിരെ വളരെ അപകീർത്തികരമായ ഒരു പരാമർശം ഈയിടെ നടത്തുകയുണ്ടായി. സ്ഥാനാർബുദം തുടക്കത്തിലെ കണ്ടുപിടിച്ച് ചികിത്സിക്കണമെന്നുള്ള സന്ദേശവുമായി ക്യാൻസർ അതിജീവിതയായ നിഷ ജോസ് ബോധവൽക്കരണം നടത്തിയതിനെതിരെ PC ജോർജ് വളരെ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ച് അവരെയും ക്യാൻസർ ബാധിതരെയും അപമാനിച്ചു. ജീവിക്കാൻ വേണ്ടി എച്ചിൽ പാത്രമെടുക്കുന്ന ഹോട്ടൽ ജീവനക്കാരനെ ഭക്ഷണം താമസിച്ചു എന്ന പേരിൽ ആ ഉരുക്ക് കൈകൾ കൊണ്ട് അവന്റെ ചെകിട്ട് തടിച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച മാത്രമല്ല കണ്ണുനീരും വന്നിട്ടുണ്ടാകും. തന്നെ ജയിപ്പിച്ചു വിട്ട സമ്മതിദായകർക്ക് നേരെ നിറയൊഴിക്കാൻ തോക്കെടുത്ത ഒരേ ഒരു കേരളത്തിലെ MLA ആണ് PC ജോർജ്. നമ്പി നാരായണന് 10 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ട് PC കൊടുത്തുവെന്ന് ചാനലിലൂടെ വീമ്പിളക്കി. അതേ ചാനലുകളിൽ ഇരുന്ന് നമ്പി നാരായണൻ പറയുന്നു PC ജോർജ് പറഞ്ഞത് പെരും നുണയാണെന്ന്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് നമ്പി നാരായണൻ പറഞ്ഞത് ജനങ്ങൾക്ക് വിശ്വാസവുമായി PC ജോർജിന് മിണ്ടാട്ടവും ഇല്ലാണ്ടായി.
തീർന്നില്ല പി സിയുടെ ക്രൂരതകൾ. ഉമ്മൻചാണ്ടിയുടെ കാര്യമെടുത്താൽ പാല് കൊടുത്ത കൈക്കിട്ടാണ് കൊത്തിയത്. സരിത ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും ഉമ്മൻചാണ്ടി ലുങ്കി ഉടുത്ത് ഇറങ്ങി വരുന്നതും തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് കല്ല് വെച്ച നുണകൾ പ്രചരിപ്പിച്ച് അദ്ദേഹത്തിന്റെ മാനവും ഹൃദയവും തകർത്തു. ഉമ്മൻചാണ്ടിക്കും കുടുംബത്തിനുമുണ്ടായ മനോവേദനയും അപമാനവും എത്ര കുറ്റസമ്മതം നടത്തിയാലും തീരുന്നതാണോ? സ്വന്തം പ്രവൃത്തികളും ചെയ്തികളും മൂലം അടുത്ത ഇലക്ഷനിൽ ജനം ദയനീയമായി പരാജയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വൈര്യം ഒരു സമുദായത്തിന് നേരെ തിരികെയാണ് ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് വർഗീയ വിഷം തുപ്പുന്ന വാക്കുകൾ കൊണ്ട് സ്വയം അപഹാസ്യനായി ആരെയൊക്കെയോ സന്തോഷിപ്പിച്ചു. യൂസഫ് അലിയുടെ ലുലു മാളിൽ ആരും കയറരുതെന്ന് ആഹ്വാനം ചെയ്ത ശേഷം പ്രശ്നം ഗുരുതരമാണെന്നറിഞ്ഞപ്പോൾ ആ ആഹ്വാനം പിൻവലിച്ചു. മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ ആരും കയറരുതെന്നും അവിടെ ജനന നിയന്ത്രണം നടത്തുന്ന 2 തുള്ളി മരുന്ന് ഭക്ഷണത്തിൽ ഇറ്റിച്ചു തരുമെന്നും വ്യാജ പ്രചരണം നടത്തി അതും പൊല്ലാപ്പായി. പിന്നീട് നടന്ന സംഭവങ്ങൾ യു പിയിലോ ഗുജറാത്തിലോ ഉള്ള തീവ്ര നിലപാടുള്ളവർ പോലും പറയാത്തതാണ്. പി സി ജോർജിന്റെ കൽപ്പന വന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, അവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്ന്. ഇവിടെ പി സി ജോർജിന് വേണമെങ്കിൽ ഒരു ഇളവ് അനുവദിക്കാമായിരുന്നു. ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ മാത്രം അയച്ചാൽ പോരെ? അവരല്ലേ പി സി ജോർജിനെ തോൽപ്പിച്ചതും ചെല്ലുന്നിടത്തൊക്കെ കൂവി ഓടിക്കുന്നതും. താങ്കൾ ഒരാളുടെ ഇഷ്ടം നടപ്പാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മറ്റ് ജില്ലകളിലുള്ളവരും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള 25 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ പെട്ടിയും കിടക്കയും എടുത്ത് പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണോ താങ്കൾ പറയുന്നത്? ഈ 25 കോടി ആളുകൾ പെട്ടിയും കിടക്കയും എടുത്ത് പോകുന്നതിനേക്കാൾ നല്ലത് താങ്കൾ ഒരാള് പെട്ടിയും കിടക്കയും എടുത്ത് എങ്ങോട്ടെങ്കിലും പോകുന്നതല്ലേ കൂടുതൽ നല്ലത്? അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം സമാധാനമായി ഇവിടെ ജീവിക്കാമല്ലോ. ഇനി താങ്കൾ പോകുന്നില്ല എങ്കിൽ പെട്ടിയും കിടക്കയും ഒന്നുമില്ലാതെ തന്നെ ഗോതമ്പുണ്ടയ്ക്ക് പകരം ചപ്പാത്തി തിന്നുന്ന ഇടത്തേക്ക് താങ്കൾക്ക് പോകേണ്ടി വരും. താങ്കൾക്ക് ഇനിയും തിരുത്തുവാനും നന്നാവാനും സമയമുണ്ട്. രാഷ്ട്രീയം ഏതുമാകട്ടെ, ചെയ്തു പോയത് തെറ്റുകളും ജനദ്രോഹവുമാണെന്ന് മനസ്സിലാക്കി മനുഷ്യ സ്നേഹം കൈവിടാതെ നോക്കണമെന്ന് മാത്രം. സമൂഹത്തിൽ നിലവിലുള്ള സ്വച്ഛന്താവസ്ഥയെ താറുമാറാക്കുന്നതിലാണ് ഇദ്ദേഹത്തിന് താല്പര്യം. അങ്ങനെ നമ്മുടെ ബഹുസ്വരതയെയും ഐക്യത്തെയും തകിടം മറിക്കുന്ന പ്രതിലോമ ശക്തിയാണ് ഇദ്ദേഹം. സാമൂഹ്യ വിരുദ്ധനെന്നോ അരാജകവാദിയെന്നോ മാത്രമേ ഇദ്ദേഹത്തെ നമുക്ക് വിളിക്കാനാകൂ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. അത് രാഷ്ട്രീയക്കാരനായാലും സിനിമാക്കാരനായാലും വാക്കും പ്രവൃത്തിയും സത്യത്തിനും നീതിക്കും നിരക്കുന്ന രീതിയിൽ നേരായ വഴിയിൽ സഞ്ചരിച്ചില്ലെങ്കിൽ തിരിച്ചടികൾ ഒരുപക്ഷെ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ ഇപ്പോൾ സിനിമാ രംഗത്തും നുണപ്രചരണങ്ങളുമായി ആണും പെണ്ണുമായ ചില പി സി ജോർജുമാർ ഇറങ്ങിയിട്ടുണ്ട്. ശക്തമായി നിലകൊള്ളുന്ന സിനിമാ സംഘടനകളെ തകർക്കുക എന്ന വ്യാമോഹവുമായി ശത്രു നിഗ്രഹത്തിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്താമെന്ന് വിശ്വസിക്കുന്ന മൂഢാത്മാക്കളാണിവർ. അതിനെക്കുറിച്ചൊക്കെ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ വിശദീകരിക്കാം. ഇത്തരക്കാർക്കൊക്കെ തിരുത്താൻ കിട്ടുന്ന ഒരു പാഠപുസ്തകമാണ് പി സി ജോർജിന്റെ ജീവിതം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.